രാവിലെ ഓച്ചിറ അമ്പലത്തിൽ നിൽക്കുക കേട്ടോ. ഞങ്ങളൊന്ന് എറണാകുളം പോകുന്ന വഴിയാണ്. അപ്പോൾ പിന്നെ ഒന്ന് രാവിലെ ഓച്ചിറ അമ്പലത്തിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് പോകാമെന്ന് കരുതി. ഇന്ന് ആയില്യം കൂടിയല്ലേ, അങ്ങനെയാണ് ഇറങ്ങിയത്. പക്ഷേ ഇറങ്ങിയപ്പോഴാണ് അറിയുന്നത് ഇവിടെ മണ്ണാറശാല ആയില്യമായിട്ട് ഒരു 2 മാസം എന്തോ പൂജയൊന്നും ഉണ്ടാവില്ല. അത് ഫോളോ അപ്പ് ചെയ്തിട്ട് ചില അമ്പലങ്ങളിൽ ആയില്യം ദിവസങ്ങളിലൊന്നും പൂജ ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ ഓച്ചിറയും പൂജയില്ല. അങ്ങനെ അമ്പലത്തിലെല്ലാം കയറി ഇറങ്ങിയ ശേഷം എറണാകുളം പോകുന്ന വഴി ആലപ്പുഴ ഒരു സ്ഥലത്ത് നിന്ന്, എവിടെ നിന്നാണെന്ന് എനിക്ക് കറക്റ്റ് പറയാൻ അറിയില്ല, ഒരു ചെറിയൊരു ഗ്രാമത്തിലെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു കടയിൽ നിന്ന് പൊറോട്ടയും മുട്ടക്കറിയൊക്കെ കഴിച്ചു. കൊള്ളായിരുന്നു കേട്ടോ. ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല, എങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോവേണ്ട സ്ഥലത്ത് ചെറിയൊരു ആവശ്യം ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ആവശ്യമെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഫുഡ് അടിക്കാനായിട്ട് കയറി. കഴിഞ്ഞ പ്രാവശ്യം കയറി അൽസാജ് കിച്ചണിൽ തന്നെയാണ് കയറിയത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് കണ്ടിട്ടാട്ടോ അവിടെ കയറിയത്. ഇപ്പോഴും ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചതിൻ്റെ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ ടേസ്റ്റ് കണ്ടിട്ടാണ് തേടി പിടിച്ച് ഇവിടെ തന്നെ വീണ്ടും വന്നത്. പക്ഷേ ഒത്തില്ല. എന്നിട്ട് ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഇങ്ങനെ ആലപ്പുഴ വഴി പാസ് ചെയ്ത് പോയപ്പോൾ ഇവിടെ ആറ്റുമീനൊക്കെ വച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അത് മുന്നെയൊക്കെ പണ്ടൊക്കെ നമ്മൾ വരുമ്പോൾ ഇവിടെ നിറയെ ആറ്റുമീൻ പിടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ 2 ചേട്ടന്മാരെ മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. കരിമീനും വലിയ കൊഞ്ചും കായൽ കൊഞ്ചും പിന്നെ ആറ്റുവാളയൊക്കെ ഉണ്ടായിരുന്നു. ചുമ്മാ ഇറങ്ങുന്ന വിലയൊക്കെ ചോദിച്ചതാണ്. അപ്പോൾ നല്ല ലാഭത്തിനൊക്കെ ചേട്ടൻ തരുന്നു. അത്രയും കൊഞ്ചൊക്കെ ഒരു 2000 രൂപ വരെ ചേട്ടൻ പറഞ്ഞു കേട്ടോ. ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു 1000 രൂപയ്ക്കൊക്കെ തന്നാനേ. നമ്മൾ പിന്നെ വാങ്ങാനല്ല, ജസ്റ്റ് നോക്കാൻ ഇറങ്ങിയതുകൊണ്ട് വിലയൊക്കെ കേട്ടിട്ട് നേരെ കാറ് കയറി വീണ്ടും യാത്ര തുടങ്ങി തിരുവനന്തപുരത്തേക്ക് നേരെ തിരിച്ച്. അപ്പോൾ ഒരു ചായയും കടിയൊക്കെ ആവാമെന്ന് കരുതി ഇങ്ങനെ ചായ വാങ്ങിച്ചു. കടിയായിട്ട് കോളിഫ്ലവർ ഫ്രൈ ഉണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, ഒരു കാശിന് കൊള്ളില്ലായിരുന്നു. അവിടെ നിന്ന് ആ ചേച്ചിയുടെ ഷോയുടെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സംഭവമായിരിക്കുന്നു, പക്ഷേ കൊള്ളത്തില്ലായിരുന്നു. ചേച്ചിയുടെ ഷോ മാത്രം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എറണാകുളം പോയി എന്തിനാന്ന് വെച്ചാൽ കുറച്ച് സ്റ്റോക്ക് എടുക്കാനായിട്ട് പോയതാണ്. കുറേ സാരീസും കോഡ് സെറ്റും ചുരിദാറും മെറ്റീരിയലും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വസ്ത്രയിൽ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പോയതാണ്. കുറേ സാധനങ്ങളേറെ നമ്മൾ പോയി എടുത്ത് കൊണ്ടുവരുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. അല്ലാതെ നമ്മൾ ഫോട്ടോ കണ്ടിട്ട് ഓരോ സാധനങ്ങൾ വരുത്തിച്ചാൽ അതിന് ആ ഫോട്ടോയിൽ കാണുന്ന ഭംഗി ഉണ്ടാകത്തില്ല കേട്ടോ. സാധനം ഇങ്ങനെ എത്തുമ്പോൾ അത്രയും ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എത്ര ദൂരമായാലും കുഴപ്പമില്ല, നമുക്ക് പോയി എടുത്ത് തന്നെ ഓരോ സാധനങ്ങളും കൊണ്ടുവരാമെന്ന് കരുതി എപ്പോഴും പോയി എടുക്കുന്നത്. അങ്ങനെ ഒരുപാടൊന്നും നമ്മൾ എടുക്കില്ല കേട്ടോ, വളരെ കുറച്ച് മാത്രം എടുക്കും. അത് വളരെ പെട്ടെന്ന് തന്നെ പോകും, വീണ്ടും അടുത്ത് പോയി എടുക്കും. അങ്ങനെയൊക്കെയുള്ളൂ കേട്ടോ. ചെറിയ രീതിയിൽ നമ്മൾ അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നു, അത്ര തന്നെ. അല്ലാതെ ഒരുപാട് ബൾക്കായിട്ടൊക്കെ എടുത്തുകൊണ്ട് വെച്ച് പോകാനുള്ള ആ ഒരു ഇതൊന്നും നമ്മളായിട്ടില്ല. എങ്കിലും ദൈവം സഹായിച്ച് നമുക്ക് എടുക്കുന്ന സാധനങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. അപ്പം കുറേ സാരീസും നല്ല കുറേ പട്ട് സാരികളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പല വെറൈറ്റി ചുരിദാർ മെറ്റീരിയലുകൾ, കോഡ് സെറ്റുകൾ, ചുരിദാറുകൾ എല്ലാം ഉണ്ട്. ഒന്നിനും ഒരു കുറവുമില്ല കേട്ടോ. അപ്പോൾ ഇതിനാണ് എറണാകുളം പോയത്.